വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മൾ 6ാം ക്ലാസ് സൂപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് 7ാം ക്ലാസ്സിലേക്ക് എത്തി അല്ലേ. നമ്മൾ കുറച്ചുകൂടെ വലിയ കുട്ടികളായി. ഈ വർഷം ആ വലിയ കുട്ടികളെല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് എക്സാമുകളാണ്. അതായത് ഫസ്റ്റ് ടേം എക്സാം, സെക്കൻഡ് ടേം എക്സാം, ആനുവൽ എക്സാം. ഇതിൽ കൂടാതെ തന്നെ നിങ്ങൾക്ക് USS എക്സാമും കൂടി ഈ വർഷം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 7ാം ക്ലാസ് ആണ്, പുതിയ ചലഞ്ചുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ വർഷം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മാറിയതാണ് അല്ലേ. പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ അറിയാം, അത്യാവശ്യം നല്ല ചാപ്റ്റേഴ്സ് തന്നെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. മൊത്തം 14 പാഠങ്ങളാണുള്ളത്. മൊത്തം 14 പാഠങ്ങളിലും അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്ററുകളും അല്ലാത്ത ചാപ്റ്ററുകളും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, സമാന്തര വരകൾ, ഭിന്നസംഖ്യകൾ, ത്രികോണങ്ങൾ, വിപരീത ഭിന്നങ്ങൾ, ദശാംശ രീതികൾ, അംശബന്ധം, കണക്കിലെ ചുരുക്കെഴുത്ത്, ഇത്രയാണ് നിങ്ങളുടെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അതായത് 2 പാർട്ട് ടെക്സ്റ്റ് ബുക്കാണുള്ളത്. ഒന്നാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പാരലൽ ലൈൻസ് ഉണ്ട്, ഫ്രാക്ഷൻസ്, ട്രയാങ്കിൾസ്, റെസിപ്രോക്കൽസ്, ഡെസിമൽ മെത്തേഡ്, റേഷ്യോ ആൻഡ് ഷോർട്ട് ആൻഡ് മാത്സ്. ഇത് ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. ഇതിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ഉണ്ട്, ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാർട്ടിലുള്ള ഈ ചാപ്റ്റേഴ്സ് തന്നെ ആദ്യം മുതലേ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങണം. ഇതിനൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് പാരലൽ ലൈൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് ലൈൻസുകൾ എന്നും എന്താണ് ആംഗിൾസുകൾ എന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയണം. ഫ്രാക്ഷൻസ്, അതായത് ഭിന്നസംഖ്യകൾ പഠിക്കുന്ന സമയത്ത് ആ ഭിന്നസംഖ്യകൾ എന്താണെന്നും എങ്ങനെയാണ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ട്രയാങ്കിൾസിലും അതേപോലെ. റെസിപ്രോക്കൽസ്, വിപരീത ഭിന്നങ്ങൾ എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ. ഡെസിമൽ മെത്തേഡ്സ്, ദശാംശ സംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അറിഞ്ഞിരിക്കണം. റേഷ്യോ, അംശബന്ധം എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ്. നമ്പറുകൾക്ക് പകരം ആൽഫബറ്റ് ഉപയോഗിക്കുന്ന ഷോർട്ട് ആൻഡ് മാത്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കിളി പറന്നു പോകുന്നുണ്ടാവും അല്ലേ മക്കളെ. ഇത് ഞാൻ പറഞ്ഞ പോലെ ചില ചാപ്റ്ററുകൾ ബുദ്ധിമുട്ടുള്ളതാണ്, ചില ചാപ്റ്ററുകൾ വളരെ എളുപ്പമുള്ളതാണ്. അപ്പോൾ എത്ര തന്നെ ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകൾ വന്നാലും, എത്ര തന്നെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററുകൾ വന്നാലും ഒരേപോലെ പഠിക്കുക അല്ലേ, നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ മുമ്പിലുള്ള എയിം എന്ന് പറയുന്നത്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സൈലം കൊണ്ടുവന്നിരിക്കുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആണ് നിങ്ങളുടെ സ്വന്തം അവഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അവഞ്ചേഴ്സിൽ നിങ്ങൾ കണ്ടാൽ അറിയാം, വെറും 2750 രൂപ മാത്രമാണ് ഒരു വർഷത്തേക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ്. എല്ലാ ദിവസവും മാറിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇനി ക്ലാസ്സുകൾ മിസ്സായി പോയ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പറ്റും. ഓരോ ചാപ്റ്ററുകൾ കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്തിനാണ് ഈ യൂണിറ്റ് ടെസ്റ്റ്? മക്കളെ, പുതിയ ടെക്സ്റ്റ് ബുക്കാണെന്ന് ഓൾറെഡി പറഞ്ഞു. പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തുന്നത്. പിന്നെ ഡൗട്ടുകൾ ഉണ്ടാവും അല്ലേ, പഠിക്കുന്ന സമയത്ത് ഡൗട്ടുകൾ ഉണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സും ഒക്കെ അടിപൊളി ടീച്ചേഴ്സും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ആപ്പിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം തന്നെ പോയിട്ട് നമ്മളുടെ അവഞ്ചേഴ്സ് ബാച്ച് പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ അടുത്ത് തന്നെ നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം നമ്മൾ ബേസിക് ആയ കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുക. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ ഫ്രാക്ഷൻ എന്താണെന്ന് അറിയാത്തൊരു കുട്ടിക്ക് ഫ്രാക്ഷൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പം ഈ ഭിന്നസംഖ്യകൾ എന്താണെന്ന് പറഞ്ഞ് അതിൻ്റെ അഡീഷൻ എന്താണെന്നൊക്കെ പറഞ്ഞ് ബേസിക് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ വരുന്ന ദിവസങ്ങളിൽ പഠിപ്പിച്ചു തുടങ്ങും. അപ്പോൾ ആരും തന്നെ ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ ഫസ്റ്റ് മുതലേ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എല്ലാ ടീച്ചേഴ്സും നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാച്ചിൽ വെച്ച് കാണാം. അപ്പോൾ എല്ലാവരും വേഗം തന്നെ സീറ്റ് ഉറപ്പാക്കുക.